നമുക്ക് കോവിഡ് കുറച്ച് നാളായിട്ടുള്ളത് നമ്മുടെ നിന്ന് മാറി നിന്നിട്ട്, പക്ഷെ ഇപ്പോഴും കൂടുതൽ ഒരു ആവേശത്തോടുകൂടെ തിരിച്ചു വരുന്നൊരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ പേഷ്യൻസ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട് കോവിഡ് പോസിറ്റീവായിട്ട്. നമുക്ക് എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും സർ? പലരും വാക്സിൻ എടുത്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് പലരും അശ്രദ്ധമായിട്ട് കോവിഡിനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും അത്ര ശ്രദ്ധയോടുകൂടി അതിനെ ചിത്രീകരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംരക്ഷണം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോ അതിനകത്തൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് സർ അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ജനങ്ങളിൽ കൂടുതൽ അവയർനെസ് എത്തിക്കാൻ പറ്റും? അതെ, ശരിയാണ്. കോവിഡ് ഒരു പ്രാവശ്യം നമ്മളുണ്ടായിരുന്ന കാര്യം എല്ലാവരും ഭയത്തോടു കൂടി ജീവിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. മരണത്തിൻ്റെ റേറ്റ് വളരെ കൂടുതലായിരുന്നു. അസുഖം വന്ന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടി വന്ന ഒരു സമയമായിരുന്നു. അന്ന് എല്ലാവരും വാക്സിനേഷനൊക്കെ ഒട്ടുമിക്കവാറും പേരും 2-3 ഡോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് അതിനെ നമ്മൾ ഒരുവിധം കീഴടക്കി എന്നുള്ള അഹങ്കാരത്തോടു കൂടി പിന്നെ ജീവിക്കുമായിരുന്നു. പക്ഷേ ഇതുപോലെ തന്നെയാണ് നേരത്തെ ഇൻഫ്ലുവൻസ, പന്നിപ്പനി, പക്ഷിപ്പനിയും അതുപോലെ ഇപ്പോൾ കോവിഡും ഒരു പ്രാവശ്യം വന്നെല്ലാം പോയി എല്ലാവരും പേടിച്ചിട്ടാണെങ്കിലും അതിന് വാക്സിനേഷൻ എടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരുവിധം കൺട്രോളാക്കി നിർത്തിയിരിക്കുന്നത്. ഇവയൊന്നും നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഉണ്ടാകുന്ന പാഠം. അപ്പോൾ ഇത് വീണ്ടും വരുന്നുണ്ട്. അപ്പം മിക്കവാറും പേര് വാക്സിനേറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ശക്തി ഇപ്പം മുമ്പ് വരുന്നതിൻ്റെ അത്രയും തന്നെ ഉണ്ടാവുന്നില്ല. കുറച്ചുകൂടെ ചെറിയ അളവിലാണ് വരുന്നത് വന്നു പോകുമ്പോഴാണെങ്കിലും. പിന്നെ നമ്മൾ അന്ന് ആ സമയത്തൊക്കെ ഒത്തിരി എല്ലാവരും പഠിച്ചിരുന്ന പോലെ തന്നെ ഇതിന് ചെറിയ വകഭേദങ്ങൾ, ജനറ്റിക് ആയിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും കോവിഡൊക്കെ വരുന്നത്. അപ്പോൾ വീണ്ടും വരുമ്പോൾ ഇത് ഇനി ഒത്തിരി ജനിതക മാറ്റം മാറിയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ശക്തമായിട്ട് വരാം. ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ വരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ അന്നും ഇന്നും മാസ്ക് തന്നെയാണ് വഴിയുള്ളൂ. അപ്പോൾ അത് ഉപയോഗിക്കുകയും വേണം. വാക്സിനേഷൻ എല്ലാവരും ഒട്ടുമിക്കപ്പോഴും 2-3 ഡോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവേ ഉള്ള ഒരു പേടി, ആൾക്കാർക്ക് കോവിഡിനേക്കാളും കൂടുതൽ പേടിക്കുന്നത് വാക്സിനെയാണ്. അപ്പോൾ അത് അസ്ഥാനത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ കാര്യം നമ്മളിപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞ് പിന്നെ എന്ത് അസുഖം ഉണ്ടായാലും വാക്സിൻ്റെ ആണോ ഇങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞ് ചിലരത് കൂടുതൽ ഭയമായിട്ട് ജീവിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ വരുമ്പോഴന്ന് വാക്സിൻ എടുത്തതിൻ്റെ ആണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അതിന് വലിയ അടിസ്ഥാനമില്ല. കാരണം ഈ വാക്സിൻ എടുത്ത എല്ലാവർക്കും തന്നെ കോവിഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കൊണ്ടാണോ വന്ന വാക്സിൻ ഒന്നാണോ എന്ന് പിന്നെയും ചോദിക്കുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ വാക്സിൻ എടുക്കുമ്പോൾ നമുക്കറിയാം അന്ന് ഉണ്ടായിരുന്നത് എല്ലാം ഇതിനെപ്പറ്റി ഒത്തിരി പഠിച്ചിരുന്നതുകൊണ്ട് ഞാൻ പറയുക, വാക്സിൻ എടുക്കുന്നത് എന്താ, ചെറിയൊരു കോവിഡിൻ്റെ ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെച്ചിട്ട് നമുക്ക് അതിനോടുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതിനേക്കാളും ഒത്തിരി ഇരട്ടിയാണ് ഒരു കോവിഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ വാക്സിൻ്റെ ആണെങ്കിലും കോവിഡിൻ്റെ ആണെങ്കിലും അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഒരു പരിധിവരെ നമ്മളിപ്പം ധൈര്യമായിട്ട് ഇങ്ങനെ നടക്കുന്ന അന്നത്തെ ഈ പരിപാടിയും വാക്സിനേഷനും അന്നത്തെ പ്രതിരോധ പരിപാടികളിലൊക്കെ ബാക്കിയായിട്ടാണ്. അപ്പോൾ ഇപ്പോഴും ഇത് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് നമ്മൾ അതുപോലെ എപ്പോഴും കേൾക്കുന്ന കാര്യം, ഒരു ഫംഗ്ഷന് പോയി, ഒരു കല്യാണത്തിന് പോയി, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോയി, ഒരു പ്ലെയിൻ ഒരു വിമാനത്താവളം അന്താരാഷ്ട്ര യാത്ര കഴിഞ്ഞ് വരുന്നവരിലാണ് ഇപ്പോഴും ഈ ഇൻഫ്ലുവൻസയും കോവിഡും കൂടുതൽ വരുന്നത്. അപ്പോൾ ഒത്തിരി പേര് കൂടുന്ന ഒരു അവസരത്തിൽ നിന്നാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് പകരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അവസരങ്ങളിൽ കഴിയുന്നത് മാസ്ക് ഉപയോഗിച്ച് നടക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരാണെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധിച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും എന്ന് എനിക്കൊന്നത്. പ്രിവെൻറ്റ് ചെയ്യാൻ അതാണ് നമുക്കൊരു വഴിയുള്ളൂ. ഓക്കെ സർ, ഇപ്പം നമ്മൾ സംസാരിച്ചു പ്രിവെൻഷനെ കുറിച്ചിട്ട്, വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇന്നത്തെ കാലത്തെ പനികളിൽ നമുക്ക് എത്രത്തോളം വാക്സിൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും സാർ? അതായത് നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് കൂടുതലും പനിയും അങ്ങനെയുള്ള അസുഖങ്ങളും കൂടുതലും കണ്ടുവരുന്നത് പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലാണ്, അലർജറ്റിക് ആയിട്ടുള്ള ആളുകളിലാണ്. അപ്പം വാക്സിനെ നമുക്ക് എത്രത്തോളം അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? വാക്സിന് നമ്മൾ ഈ പറയുന്ന കോവിഡിൻ്റെ വാക്സിൻ ഓൾറെഡി എല്ലാവരും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ശാസ്ത്രജ്ഞന്മാർ പുതിയ ജനിതക മാറ്റം വന്ന കോവിഡൊക്കെ വന്നു കഴിഞ്ഞാലാണ് അതിനുവേണ്ടി വേറെ വാക്സിൻ ഉണ്ടാകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിപ്പം അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് സ്ഥിരമുള്ള വില്ലന്മാരുണ്ട്, ഈ ഇൻഫ്ലുവൻസ പോലെയുള്ളത്. അത് എല്ലാ കൊല്ലവും ഓരോ സ്ട്രെയിൻ മാറി വരും എന്നുള്ളത് പണ്ട് പോലെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു 60 വയസ്സിന് മുകളിലുള്ളവരോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് അറിയാവുന്നവരോ, ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഒക്കെ ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഇയർലി എടുക്കുന്നത് എപ്പോഴും വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും അതിൻ്റെ തീവ്രത കുറയ്ക്കുകയും ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. അതാണ് മെയിനായിട്ട് എടുക്കാവുന്നത്. പിന്നെ ന്യൂമോണിയ വാക്സിൻ, ന്യൂമോണിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂമോകോക്കൽ വാക്സിൻ ഉണ്ട്. അത് ഇതുപോലെ സീനിയേഴ്സായിട്ടുള്ളവർക്കും ഇങ്ങനത്തെ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്കും എടുക്കാവുന്നതാണ്. ഈ 2 വാക്സിനാണ് നമുക്ക് കൂടുതലും ഈ അഡൾട്ട് വാക്സിനായിട്ട് ഉപയോഗിക്കാവുന്നത്. പിന്നെ നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴുക്ക് വെള്ളം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖം, പകരുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ്. ഇതിനെതിരെയും വാക്സിനുണ്ട്.
അപ്പോൾ നമുക്ക് അതിനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുത്താലും ഒരു പരിധി വരെ അതിനെ പ്രതിരോധിക്കാവുന്നതാണ്. പിന്നെ നമ്മളധികം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ടൈഫോയിഡിൻ്റെ കാര്യം. അപ്പം ടൈഫോയിഡ് നമ്മൾ യൂഷ്വലി മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ വെള്ളം മഴക്കാലത്ത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ വേനൽക്കാലത്ത് പോലും ഉണ്ടാകാവുന്നതാണ്. ശുദ്ധമായ വെള്ളം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴാണോ സീവേജുമായിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള അവസരത്തിലാണ് കണ്ടാമിനേറ്റഡ് വെള്ളം വഴി ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങൾ പിടിക്കുന്നത്. അപ്പോൾ അതിന് വാക്സിനേഷൻ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാം, നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിനേക്കാളും കൂടുതൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിക്കുകയും അങ്ങനെ നല്ല സോഴ്സിൽ നിന്നാണ് വെള്ളമെടുത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനും പാടുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ വഴി സൈഡിലുള്ള സ്ഥലത്തു നിന്നൊക്കെ ശ്രദ്ധയില്ലാതെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ ഒക്കെ വാങ്ങിച്ച് ഫ്രഷ് അല്ലാത്ത അല്ലെങ്കിൽ നല്ലപോലെ കുക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല വെള്ളം ഉപയോഗിച്ച് ചെയ്യാത്ത പരിപാടികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പിടിക്കുന്നത്. അത് തിരക്കുള്ള നഗരങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലും വരുന്നത്. ബോംബെ ആയാലും ബാംഗ്ലൂരായാലും ഈവൻ കൊച്ചിയിലായാലും തിരക്കുള്ളിടത്ത് തന്നെ സമയമില്ല. കിട്ടുന്നത് ഓടുന്ന ഓട്ടത്തിൽ എവിടെന്നെങ്കിലും വാങ്ങിച്ച് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുക. തട്ടുകടയുടെ കുഴപ്പമല്ല, അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിലാണ്. ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെയാണ് ഒരു പരിധി വരെ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത്.